നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പുത്തൂർ പാങ്ങോട് താഴം തിരു ആദിശമംഗലം മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലാണ്. സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കർക്കിടക വാവുബലി നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ കർക്കിടക വാവുബലി തർപ്പണവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ഏകദേശം ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരേ സമയം ഏകദേശം 1500ഓളം പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സംവിധാനമാണ് ക്ഷേത്രത്തിൽ 2 പന്തലുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം രാവിലെ മുതൽ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് ഏകദേശം 2-3 മണി വരെ അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വളരെ വൃത്തിയായി വളരെ സമാധാനത്തോടു കൂടി ഒന്ന് ബലിതർപ്പണം നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏകദേശമൊക്കെ അതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തർപ്പണം നടത്തുന്ന കടവിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സുരക്ഷിതമായി ബലിതർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും ഈ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് താഴം തിരുവാദിശമംഗലം മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ വർഷങ്ങളായി ഇവിടെ ബലികർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 8000 പേര് ഇവിടെ ബലികർമ്മങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. പിന്നെ അവരുടെ കൂടെ വരുന്ന ഭക്തജനങ്ങളും എല്ലാം കൂടെ കൂടി ഒരു 10-15,000 പേര് അന്നിവിടെ വന്നിരുന്നു. അവർക്കെല്ലാം നമ്മൾ സമൂഹ അന്നദാനമൊക്കെ നടത്തപ്പെടുന്നുണ്ട്. ഈ വർഷവും നമ്മളൊരു 10,000 പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് 10-600 വർഷങ്ങൾക്ക് മേളിൽ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. പക്ഷേ അതിൻ്റെ ലിഖിത ചരിത്രങ്ങളൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതേ ഉള്ളൂ. വളരെ പുരാതന ക്ഷേത്രമാണ്. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ദിവസവും ഈ വഴിപാട് നടത്തുന്നതിനായിട്ട് എത്തുന്നുണ്ട്. ഇവിടെ ഈ ആലില്ലത്തരളി ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. അത് മാസത്തിലെ 2, 3, 4 ഒക്കെ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബലികർമ്മങ്ങൾക്ക് നമ്മുടെ കൊട്ടാരക്കര താലൂക്കിലെ കൊല്ലം ജില്ലയിലെ ഒക്കെ ഉള്ള വിവിധ പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തിരുമുല്ലവാരം കഴിഞ്ഞാൽ പിന്നെ ഈ ആദിശമംഗലം ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. നമ്മൾ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ സേവനമുണ്ട്, ഫയർഫോഴ്സിൻ്റെ സേവനമുണ്ട്, ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, റവന്യൂ, ഹെൽത്ത് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനമെല്ലാം നമ്മൾ ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം ഉണ്ടാവും. വെളുപ്പിലെ 4 മണിക്ക് ബലികർമ്മങ്ങൾ ആരംഭിക്കും. ഏതാണ്ട് 10,000 പേര് ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. വളരെ ഭംഗിയായി ഇത് നിർവഹിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന കല്ലടയാറാണിത്. ഈ കല്ലടയാറിൽ നമ്മൾ സ്നാനഘട്ടം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ മുളയൊക്കെ വെച്ച് കഴയൊക്കെ കെട്ടി അതുപോലെ നെറ്റുമൊക്കെ ഇട്ട് യാതൊരു കാരണവശാലും ഇവിടെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം എപ്പോഴും ഉണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടാവും. അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉല്ലാസ് കോവൂർ ഉൾപ്പെടെയുള്ള MLA ഇവിടെ വന്ന് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അധികാരികളും റവന്യൂവിൻ്റെയും ഹെൽത്തിൻ്റെയൊക്കെ അധികാരികളൊക്കെ ഇവിടെ വന്ന് അവലോകന യോഗമൊക്കെ നടത്തിയിരുന്നു. അവർ കൂടെ ഇവിടെ വന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വർഷവും ഇത് ഭംഗിയായി നടത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും ഭരണസമിതി ചെയ്തിട്ടുണ്ട്. 7 കൗണ്ടർ നമ്മൾ ഈ കൂപ്പൺ എഴുതാൻ വേണ്ടി തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ വരുന്ന ഭക്തജനങ്ങളെ ക്യൂ നിർത്തി അവർക്ക് പെട്ടെന്ന് ഈ 7 കൗണ്ടറുകളിലായിട്ട് ഇതെല്ലാം ഈ പിതൃബലിയുടെയും തിലകവനത്തിൻ്റെയും അതുപോലെ തന്നെ പാൽപ്പായസ വഴിപാടും ഇതൊക്കെ നടത്താനുള്ള കൂപ്പൺ അവിടെ ഇരിക്കാൻ പ്രത്യേകം ആളുകളെ എല്ലാം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവർ അപ്പം തന്നെ അത് വിതരണം ചെയ്യും. വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ബലിതർപ്പണം കഴിഞ്ഞ് ആറ്റിൽ പോയി മുങ്ങി കുളിച്ച് പൊടിമണ്ണൂടെ പറഞ്ഞു അവർ അമ്പലത്തിൽ കയറി തിലഹവനം നടത്തുന്നു. തിലഹവനം നടത്തി തൊഴുത് പുറത്ത് വരുമ്പോഴേക്കും പാൽപ്പായസം വിതരണം ഉണ്ടാകും. പാൽപ്പായസം എന്ന കൗണ്ടറിൽ നിന്ന് പാൽപ്പായസം മേടിച്ച് മടങ്ങുന്നു. തിരിച്ച് അവരെ പോയി അന്നദാന സന്ധ്യാലയത്തിൽ പോയി അന്നദാനം 4 മണി മുതൽ തുടങ്ങുന്നത് ഏകദേശം എത്ര മണി വരെ ഉണ്ടാവും? 2 മണി വരെ 2 മണി വരെ ഉണ്ടാവും. ഈ ബലിയിടുന്നവർ മാത്രമല്ല വരുന്നത്, അവരുടെ കൂടെ വരുന്നവരുണ്ട്. അത് കൂടാതെ ഈ ബലിയിടാതെ തിലകവനം മാത്രം നടത്തുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരും പ്രത്യേകം വരുന്നുണ്ട്.
അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു കണക്കനുസരിച്ച് 10,000 പേരെന്ന് പറഞ്ഞാൽ ബലിയിടുന്നവരുടെ മാത്രമാണ്. ഈ തിലകാനം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നടത്താനും ഒക്കെ മറ്റ് ആൾക്കാർ അവരുടെ കൂടെ വരുന്നവരുമുണ്ട്. അങ്ങനെ വലിയൊരു പൊതുജന ബാഹുല്യമുണ്ട്. പിന്നെ എല്ലാം ചിട്ടയായിട്ട് വളരെ കർക്കശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മറ്റുള്ളിടത്തും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഈ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി അവിടെ ഈ കർമ്മിയുടെ കൂടെ അവിടെ നിന്ന് നമ്മളെല്ലാ സംവിധാനങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 10 കൂട്ടം ഐറ്റങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ ഇത് ബലിയിടുന്നതിനുള്ള ചോറ് ഉൾപ്പെടെയുള്ള നെയ്യ്, പായസം, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഏതാണ്ട് 10ഓളം ഐറ്റങ്ങളുണ്ട്. അതെല്ലാം ഇലയിൽ നമ്മൾ വിളമ്പി കൊടുക്കുക. വരുന്നൊരു കിണ്ടി വെള്ളവുമായിട്ട് വന്ന് നമ്മൾ 1500 പേരുടെ ഒരു പന്തൽ നമ്മൾ ഒരിക്കൽ 2 പന്തൽ അവർക്ക് വരുന്ന കിണ്ടി നമ്മൾ ആണ് കൊടുക്കുന്നത്. ഈ 1500 പേര് ഒരേ സമയത്ത് വന്ന് 1500 കിണ്ടി കൊടുത്ത് വരുന്നവർ ഒന്നും കൊണ്ടുവരേണ്ടതല്ല. അവർ വന്ന് ബലിയിട്ട് മെയിനായിട്ട് തിലവാനം, ഇവർക്ക് വേണ്ടി തിലവാനം കഴിക്കുക. അത് കഴിഞ്ഞാൽ പാൽപ്പായസം, മഹാവിഷ്ണുവിൻ്റെ വഴിപാടാണ് പാൽപ്പായസം. ആ പാൽപ്പായസം കഴിച്ച് മടങ്ങിപ്പോവുക. അവർ അന്നദാനം കഴിഞ്ഞ് എത്ര മണി വരെ, ഞങ്ങൾ 2-3 മണി വരെ അന്നദാനം തുടർച്ചയായിട്ട്. വെളുപ്പിന് 5 മണി മുതൽ തുടങ്ങും അന്നദാനം. 4 മണിക്ക് ബലികർമ്മം തുടങ്ങിക്കഴിഞ്ഞാൽ 5 മണി മുതൽ അന്നദാനം തുടങ്ങും. ഈ 4 മണിക്ക് വരുന്ന ഭക്തജനങ്ങൾ ബലിയിട്ട് കയറി വരുമ്പോൾ അന്നദാനം ഒക്കെ തുടങ്ങും. അതെല്ലാം അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ഗ്രൗണ്ട് പുരയിടങ്ങളൊക്കെ ഉള്ള വീടുകളുണ്ട്. അതെല്ലാം അറേഞ്ച് ചെയ്തു. കഴിഞ്ഞ വർഷത്തിൽ ട്രാഫിക്കിന് വേണ്ടി വളരെ വിപുലമായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ക്ഷേത്രവും പരിസരവും എല്ലാം. അമ്പലത്തിൻ്റെ തന്നെ ക്യാമറ നിരീക്ഷണം. അമ്പലത്തിലെ പെർമനന്റ് ക്യാമറയാണ്. നമ്മളതിൻ്റെ പൈതൃകമായ എല്ലാ ആചാര മര്യാദകളും പാലിച്ചുകൊണ്ട് ശ്രീശൈലം നാരായണൻ നമ്പൂതിരി ബലികർമ്മങ്ങൾ പിന്നെ തിലഹവനം നടത്തുന്നതിന് ഈ ചെറുവയ്യ മുടപ്പിലാപ്പള്ളി ഒരു സോമയാജിപ്പാട് അദ്ദേഹമാണ് തിലഹവനത്തിൻ്റെ ചുമതല. അദ്ദേഹത്തിനും മറ്റേ പിതൃബലിയുടെ ചുമതല ഈ ശ്രീശൈലം നാരായണൻ നമ്പൂതിരി കരവൂരുള്ള. അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പൗത്രവും കൂർച്ചവും എല്ലാം കെട്ടിക്കഴിഞ്ഞു. 10,000 എണ്ണത്തോളം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിതെല്ലാത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. സ്നാനഘട്ടത്തിലെ പരിപാടികളെല്ലാം തീർന്നു. ഇവിടെ ബാരിക്കേഡൊക്കെ കെട്ടി പന്തലും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം പൂർത്തീകരിച്ചിരിക്കും. 2 ദിവസം മുമ്പേ പരിപാടികളെല്ലാം തീർത്തിരിക്കുകയാണ്. പ്രകൃതി നമ്മളെ കരിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബലി നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഉമ്മന്നൂർ, ഓടനാവട്ടം, പിന്നെ മണക്കാല, കടമ്പനാട് ഈ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ശാസ്താംകോട്ട ഇല്ല, അവിടെ ബലിയില്ല. ഇടാൻ വരുന്നവർക്ക് പന്തലിലേക്കുള്ള എല്ലാ കർമ്മം ചെയ്യുന്നതിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും, അതായത് കൂർച്ചം കൊടുക്കുന്നുണ്ട്, പവിത്രം കൊടുക്കുന്നുണ്ട്, പിന്നെ കുറുമ്പല് കൊടുക്കുന്നുണ്ട്, പിന്നെ നെയ്യ്, തേന്, പിന്നെ അക്ഷതം, പിന്നെ 2 സെറ്റ് ഇലകൾ, ഇതെല്ലാം എള്ള്, പിന്നെ ചന്ദനം, ഭസ്മം, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. മൊത്തം 13 കൂട്ടം സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. 13 കൂട്ടം സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മിതമായ റേറ്റിൽ 100 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. കൂടുതൽ റേറ്റൊന്നും വാങ്ങിക്കാറില്ല. 100 രൂപ, ഇതിനെല്ലാം ചേർത്ത് 100 രൂപയേ ഉള്ളൂ. രസീത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്.